കുറച്ച് നാൾ മുമ്പ് ഞാൻ വായിച്ചൊരു ബുക്കിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമ്മളുടെ റീഡിംഗ് എല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിലും ഒരുപാട് റീഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, എങ്കിലും ഒരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറൊരു ലെവലാണ് അല്ലേ. ബുക്സ് എടുത്ത് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്നും ബുക്സ് ഒരു ഹരം തന്നെയാണ്. അപ്പം ഒരു ദിവസം കുറഞ്ഞതൊരു 10 മിനിറ്റ് എങ്കിലും, അതല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും ബുക്സ് വായിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. വായന നമ്മുടെ ചിന്തകളെ മാറ്റും. അപ്പൊ മാറിയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിനെയും മാറ്റും. നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷനിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായിട്ടും റീഡിങ്ങിന് സാധിക്കും. നല്ല നല്ല ഓതേഴ്സിന്റെ ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് അവരുടെ ഐഡിയോളജി, ജീവിതത്തിനെ കുറിച്ചുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഫിലോസഫി, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അത് തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ഇന്നലത്തേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നമ്മളായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഓരോ ദിവസവും നമ്മൾ എങ്ങനെ മെച്ചപ്പെടാം എന്നാണല്ലോ ചിന്തിക്കുന്നത് അല്ലെ. അപ്പം കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒരല്പമെങ്കിലും മെച്ചപ്പെട്ട ഒരാളായി മാറാൻ എനിക്ക് ഇന്ന് സാധിച്ചാൽ അത് തന്നെയാണ് വലിയൊരു ലൈഫിലെ നേട്ടം എന്ന് പറയുന്നത് അല്ലെ. തീർച്ചയായിട്ടും കുട്ടികളെയും വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. അതിന് തീർച്ചയായിട്ടും പാരൻസിന് അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ മാത്രമേ കുട്ടികളും മിക്കവാറും അത് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുകയുള്ളൂ. റീഡിംഗ് ആയിട്ടുള്ള പാരൻസ് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങൾ ആരെങ്കിലും അങ്ങനെ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും ചിലപ്പോൾ ആ ശീലം ഡെവലപ്പ് ചെയ്യാം. എങ്കിലും പാരൻസ് തീർച്ചയായിട്ടും കുട്ടികളെയും ഒന്ന് റീഡിങ്ങിന് ഒരു ദിവസം ഒരു പേജെങ്കിലും ഒന്ന് വായിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. വായന നമ്മളെ ബിൽഡ് ചെയ്യാൻ സഹായിക്കും. അത് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റമാണ് ബുക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരാനും ബുക്സിന് സാധിക്കും. മാത്രമല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടും കൂടെയാണ് എന്നും ബുക്സ് അല്ലെ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡാരിയസ് ഫോറക്സിന്റെ ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് എന്ന് പറയുന്ന ബുക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ നമുക്ക് ഈ ബുക്കിൽ കിട്ടും. അപ്പം എനിക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്തു പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഞാനിങ്ങനെ ലൈൻസ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന ലൈൻസ് എല്ലാം ഞാനിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഇതെടുത്ത് ഒന്ന് മറിച്ച് നോക്കുമ്പോൾ ആ ലൈൻസ് വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കുഞ്ഞുനാളിലെ തൊട്ടുള്ള ശീലമാണ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വായിക്കുക എന്നുള്ളത്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ല, എനിക്കൊരു ബിലോ 200 ഉള്ളൂ. അപ്പം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ബുക്ക് വാങ്ങിച്ച് ഒന്ന് വായിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് ആയിട്ട് എന്നെ അറിയിക്കുക. ഓക്കെ, മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.